എല്ലാവർക്കും നമസ്കാരം. 2024-25 ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ മാർച്ച് 31 നമ്മൾ ചില കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിലായാലും GSTയിലായാലും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമുക്കറിയാം, അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ കോമ്പോസിഷനിലേക്കാണ് പോകുന്നത് എങ്കിൽ 31 മാർച്ച് 2025 മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കോമ്പോസിഷനിലേക്ക് പോകേണ്ടത് ആ ഓപ്ഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്യണം. GST സൈറ്റിൽ പോയിട്ട് കോമ്പോസിഷനാണ് 2025-26 ഫിനാൻഷ്യൽ ഇയർ നമ്മൾ കോമ്പോസിഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അത് 31/3/2025 നമ്മൾ എന്ത് ചെയ്യണം? ഓപ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് കോമ്പോസിഷൻ സ്കീമിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. രണ്ടാമത് പ്രധാനമായും GSTയിലുള്ളത് നമ്മൾ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. നമ്മൾ എക്സ്പോർട്ട്, നമ്മൾ ഇന്ത്യക്ക് പുറത്ത് സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഇല്ലാതെ വെക്കണമെങ്കിൽ നമുക്കറിയാം ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫർണിഷ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് നമുക്ക് എക്സ്പോർട്ട് സെയിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 31/3/2025 നമ്മൾ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് GSTയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്, യൂസർ സർവീസസിൽ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കണം. 25-26 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എക്സ്പോർട്ട് സെയിൽ നടത്തുന്നുണ്ടെങ്കിൽ LUT ഫർണിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? എക്സ്പോർട്ട് സെയിലിൽ ടാക്സ് ഇല്ലാതെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി മൂന്നാമത് നമുക്കറിയാം, നമ്മളുടെ GSTR 1, 3B ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ 2B നമ്മളെടുക്കുന്ന 3Bയിലുള്ള ഇൻപുട്ട് ഇതൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ മാർച്ച് റിട്ടേണിലിടക്ക് തന്നെ ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് അറിയാം, നമുക്ക് ടൈം ഉണ്ട് നവംബർ 30 വരെ. പക്ഷേ നമ്മളൊരു ഇതൊക്കെ നോക്കുമ്പോൾ, ഒരു ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ, ഓഡിറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഈ 31/3/2025 നമ്മളതൊക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അതും GSTൻ്റെ സൈറ്റിൽ നമുക്ക് കമ്പാരിസൺ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കിട്ടും. GSTR 1 3B തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ GSTR 3B 2B തമ്മിലുള്ള ഡിഫറൻസ്, അതൊക്കെ ഒന്ന് നോക്കി അക്കൗണ്ട്സുമായി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്താൽ നന്നായിരിക്കും. അടുത്ത വർഷത്തിലേക്ക്, അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് അത് മാറ്റാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതേപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇൻവോയ്സിൻ്റെ സീരിയൽ നമ്പർ. സീരിയൽ നമ്പർ എന്ത് ചെയ്യണം? നമ്മൾ 01 മുതൽ തന്നെ അടുത്ത ഏപ്രിൽ 1 മുതൽ നമ്മൾ എന്ത് ചെയ്യണം? സീരിയൽ നമ്പർ, അതായത് 31 മാർച്ചിന് തീർന്ന് 1 ഏപ്രിൽ 2025 നമ്മൾ ഇൻവോയ്സിൻ്റെ സീരിയൽ നമ്പർ 01 മുതൽ തന്നെ തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് നന്ദി, താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ആവശ്യം സർവീസിൻ്റെ കാര്യങ്ങളിൽ, ഇനി GSTൻ്റെ ആംനസ്റ്റി സ്കീം അത് 31 മാർച്ച് 2025 നമുക്ക് എന്തെങ്കിലും 17, 18, 18, 19, 19, 20 ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സെക്ഷൻ 73 പ്രകാരം നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് അടക്കാനുള്ള അവസാന തീയതിയും എപ്പോഴാണ്? 31 മാർച്ച് 2025. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. 73 എന്തെങ്കിലും നോട്ടീസ് വന്ന് കിടക്കുക, നോട്ടീസോ ഓർഡറോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതും നമ്മൾ ക്ലിയർ ചെയ്യേണ്ട, അതിൻ്റെ ടാക്സ് അടക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 31 മാർച്ച് 2025. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. താങ്ക് യു വെരി മച്ച്.